വയനാട് മൈലമ്പാടി മണ്ഡക വയലിൽ പുലി വളർത്തുനായ പുലി പിടിച്ചു. വീടിന് മുൻവശത്തു കൂടി പുലി നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ആഷിഖ് റഹ്മാനുണ്ട് വിവരങ്ങളുമായി. ആഷിഖ്, എപ്പോഴാണ് ഈ പുലി എത്തിയത്? പിടികൂടാനുള്ള നടപടികൾ എവിടം വരെയായി? ആഷിഖ് റഹ്മാനുണ്ട് വിവരങ്ങളുമായി. ആഷിഖ്, ഈ പുലി എപ്പോഴാണ് പ്രദേശത്ത് എത്തിയത്? പുലിയെ പിടികൂടാനുള്ള നടപടികൾ വനം വകുപ്പ് ആരംഭിച്ചോ? പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ അടക്കം സ്ഥാപിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് വനവകുപ്പ് തുടക്കം കുറിച്ചിട്ടുണ്ട്. പുലിയെ കണ്ടതിനാൽ തുടർന്ന് നിലവിൽ കൂടടക്കം സ്ഥാപിക്കുന്ന നടപടികളിൽ കടന്നിട്ടില്ലെങ്കിൽ പോലും ക്യാമറ സ്ഥാപിച്ച് ആദ്യഘട്ടത്തിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാനാണുള്ള നടപടിയാണ് ഇപ്പോൾ വനവകുപ്പ് തുടങ്ങിയിട്ടുള്ളത്. ഇന്നലെ രാത്രി 12:30യോടെയാണ് ഈ പുലി എത്തിയിട്ടുള്ളത്. ഈ വയനാട് മൈലമ്പാടി മണ്ഡകവയലിൽ നിരവധി ബിനു തോമസിന്റെ വീട്ടിലൂടെ പുലി നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് ലാഘവത്തോടുകൂടി വീടിന്റെ പ്രദേശത്തൂടെ നടന്നു പോവുകയും തിരിച്ചു പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വീട്ടുകാർ രാവിലെ നോക്കിയ സമയത്ത് ഇവരുടെ വളർത്തുനായെ കാണാനില്ലായിരുന്നു. തുടർന്നാണ് ഈ CCTV പരിശോധിച്ചത്. ആ സമയത്താണ് ഒരു പുലി കടന്നു പോകുന്ന ഒരു ദൃശ്യം കാണുന്നത്. ഈ വളർത്തുനായി ആക്രമിക്കുന്ന മറ്റു ദൃശ്യങ്ങളില്ലെങ്കിൽ പോലും ഈ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഈ പുലി തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് വനവകുപ്പിനടക്കം വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും വനവകുപ്പ് നിലവിൽ അവിടെ ക്യാമറ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടോ എന്ന് ആദ്യമായിട്ടാണ് തന്നെ പുലിയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരു വീട്ടിൽ കയറി വളർത്തുനായി ആക്രമിക്കുന്ന ഒരു സാധ്യത വരെ പോയിട്ടുണ്ട്. എന്തായാലും വനവകുപ്പ് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടുതൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായാൽ കൂടടക്കം സ്ഥാപിച്ച പുലിയെ പിടികൂടുന്ന നടപടിയിലേക്ക് കടക്കാനാണ് വനവകുപ്പിന്റെ തീരുമാനം. അഖില. ശരി, ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.